സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. Yet another episode of Bridget Diaries. നമ്മളിപ്പോൾ നിൽക്കുന്നത് വളഞ്ഞങ്ങാന വാട്ടർഫോൾസിന്റെ ഫ്രണ്ടിലാണ്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു വാഗമൺ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റോപ്പ് ഇതാണെന്ന് മസ്റ്റ് ആണ്. ഇവിടെ നല്ല ഫോഴ്സിലാണ് വാട്ടർഫോൾസിൽ വെള്ളം വരുന്നത്. ബിക്കോസ് യു നോ, നല്ല മഴയുടെ സീസൺ ആയതുകൊണ്ട് നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. കണ്ടു ഞാൻ വേറെ വ്ളോഗി നോക്കി ഞാൻ വേറെ ഹായ് പറഞ്ഞത് ഹായ് പറ ഇത് വേണം. സോ എല്ലാരും ഉണ്ട്. ആദ്യം ഇറങ്ങുന്നത് പറഞ്ഞവരടക്കം എല്ലാരും വണ്ടിയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വളഞ്ഞങ്ങാന വാട്ടർഫോൾസ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. നോക്കൂ, എല്ലാരും സെറ്റ് അവരോട് പോവാ. ഹലോ ഗൈസ്, ഇങ്ങോട്ട് വാ ഗൈസ്. അതെന്റെ അമ്മയാണ്, കുറച്ച് ഓവറാണ്. ഇത് ജോയൽ, നമ്മള് വാവാന്ന് വിളിക്കും. ആരാതൊന്നും നമുക്ക് ബന്ധമൊന്നും പറയാൻ വയ്യ. നമ്മൾ ആരുടെയും ബന്ധം പറയുന്നില്ല. അതെ, സമയം. അതെ, നമ്മളെല്ലാം ഒന്ന്. ഇവരുടെയും മകൻ, രണ്ടാമത്തെ മകൻ, ഇത് ഏറ്റവും ഇളയ മകൻ. അവരിപ്പോ ഇച്ചിരി ഷൈ അല്ലേ, ക്യാമറ ഷൈ. ഹായ്. ചേച്ചിയുടെ ടീനയുടെയും വർത്താനങ്ങൾ ഇനി നമ്മള് പോകുന്ന വഴിക്ക് കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതെ, സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഒരാളും കൂടെ ഉണ്ട്, അമ്മുവേ. അവള് പറഞ്ഞായിരുന്നു അവളെ പ്രത്യേകം മെൻഷൻ ചെയ്യാൻ അറിയാം വ്ലോഗ് എടുക്കുമ്പോഴേ. ഞാൻ പറയാം കേട്ടോ, അമ്മു. അതെ, അത് ഞങ്ങൾ പ്രത്യേകം പറയാതിരിക്കോ, നമ്മള് പറയും അമ്മു ഗൈസ്, അമ്മു. അതെ, നിബി കാതറിൻ എന്നാണ് ഒറിജിനൽ പേര്, പക്ഷെ നമ്മൾ അമ്മു. അതെ. സോ ആസ് യൂഷ്വൽ നമ്മുടെ വളഞ്ഞങ്ങാന വാട്ടർഫോൾസ് നമ്മൾ എപ്പോ ഈ വഴി പോയാലും സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. സ്റ്റോപ്പ് ഇപ്പം ഫാമിലി ആയിട്ട് നമ്മൾ ഫൈനലി വളഞ്ഞങ്ങാന വാട്ടർഫോൾസ് ഇറങ്ങി. ആദ്യം മഴയൊക്കെ ആയതുകൊണ്ട് ആരും ഇറങ്ങുന്നില്ല, ജസ്റ്റ് കണ്ടിട്ട് പോകാം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഫൈനലി നമ്മളെല്ലാവരും ഇറക്കി. എല്ലാവരും ഇറക്കി. ഈ ഒരു വ്ളോഗ് ആക്ച്വലി ഒരു പ്ലാൻഡ് വ്ളോഗ് അല്ല, നമ്മളൊരു ഫോഴ്സ്ഫുള്ളി അമ്മയുടെ നമുക്ക് നമ്മൾ എടുക്കുന്നതാണെങ്കിൽ കൂടി നമ്മൾ ഫുൾ മൈൻഡ് ബ്ലോഗിൽ കൊടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴി കാണിക്കാം.
ഭയങ്കര കാറ്റ്, നല്ല കോട, നിങ്ങക്ക് കാണാം പുറകിൽ ഫുൾ കോടയാണ്, നല്ല കാറ്റാണ്, ചെറുതായിട്ട് ചാറ്റുമഴയുണ്ട്. നമ്മൾ ഇങ്ങനെ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിർത്തി, എന്നിട്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും ബാക്കിയുള്ളതെല്ലാം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഭയങ്കര രസമുണ്ട്. മൊത്തത്തില് വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ലെങ്കിലും ഓക്കെ, എടുക്കുമ്പോൾ കുറെ സംഭവങ്ങൾ കിട്ടുന്നുണ്ട് എടുക്കാൻ വേണ്ടി. ഇത് എന്റെ അമ്മ, ഇത് അമ്മയുടെ ചേച്ചി പെരമ്മ. ഓക്കെ ഗൈസ്, അത് അമ്മ, ഇത് അമ്മയുടെ ചേച്ചി പേരമ്മ, ഇത് അമ്മയുടെ ചേച്ചിയുടെ മകൾ ശില്പി. നേരത്തെ പറഞ്ഞ അമ്മു ചേച്ചിയുടെ പേരമ്മയുടെ രണ്ടാമത്തെ മകൾ. അതെ 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 ഗൈസ്, ഇത് എല്ലാവരും പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതെ, ഇത് ചേച്ചിയുടെ മകൻ. കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി പ്രായം തോന്നത്തില്ല, ചെറുപ്പമായിട്ടുള്ള കുട്ടികൾ തോന്നുമെങ്കിലും 2 കുട്ടികളുടെ അമ്മയാണ് ഇത് ഇരിക്കുന്നത്. മൂത്ത മകൻ അവൻ കളിക്കുന്ന തിരക്കിലാണ്. ഇളയ ഒരാളൂടെ ഉണ്ട്, ഹെയ്സൽ. നമ്മൾ കാണിച്ചിരുന്നു ഓൾറെഡി. നല്ല പ്രായം പറയുന്നത്. ഞാൻ ഇതൊരു വ്ളോഗ് ആക്കണം വിചാരിച്ചതല്ല. ഈ ഒരു പോകുന്ന ഐറ്റം ഉണ്ടല്ലോ, ഈ ഒരു പോകുന്ന ഐറ്റത്തിന് നിർബന്ധം ഫോഴ്സ്ഫുള്ളി എന്റെ വ്ളോഗ് എടുക്കാൻ. മതി കുറെ ആയി വേണ്ട. നമ്മളിപ്പോ പീരമീഡ് എന്ന സ്ഥലത്താണ്. ഞാൻ പണ്ട് കുഞ്ഞിലെ വന്നിട്ടുണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ എക്സ്പെഡിഷന് വന്നിട്ടുണ്ട്. സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ആഫ്റ്റർ ലോങ് ടൈം ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഭയങ്കര നൈസ്. ഓ മൈ ഗോഡ്. ജോയൽ, വാട്ടി, റിയ, ഞാൻ. വാട്ടി ഒന്നും പറയല്ലേ ഗൈസ്. അവന്റെ പേര് ഇവിടെ വരും. വാട്ടി ഇവിടെ വരും. വിളിക്കുന്ന പേരാണ് ഗൈസ്. വാവൂട്ടി എന്ന് വിളിച്ചു എന്നെ ഷോർട്ട് ആക്കി ഇപ്പൊ വാട്ടി വിളിക്കുന്നത്. അത് ജോയലിനോട് ഓടി വാവേന്ന് പറഞ്ഞ
ഫാമിലിയെ കൊണ്ട് ട്രിപ്പ് പോയാൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ എൻജോയിങ് അല്ലേ അല്ലേ ഗൈസ്, എൻജോയ് ചെയ്യുന്നില്ലേ? യെസ്. ഭയങ്കര നൈസ്. ഇപ്പൊ സമയം എത്രയായി? എന്റെ സമയം വളരെ മോശമാണോ അല്ലേ ചോദിച്ചു. ഇപ്പൊ ശരിക്കും സമയം എത്രയായി? 11:26. ആ ടൈമിലെ ക്ലൈമറ്റ് ആണ് ഇവിടുത്തെ, വാഗമണിലെ ക്ലൈമറ്റ്. നമ്മൾ വാഗമൺ എത്തിയില്ല ഇതുവരായിട്ടും. പോകുന്ന വഴിയാണ്. വഴി മൊത്തം കോട, ചാറ്റൽ മഴ. ഭയങ്കര വൈബ് ഗൈസ്, ഭയങ്കര വൈബ്. നമ്മളിപ്പോ മൊട്ടക്കുന്നിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രി പാസ് ഒക്കെ എടുത്ത് നമ്മൾ നേരത്തെ ഇറങ്ങിയെടുത്ത് നമ്മൾ ഫുൾ മഴയെ നനഞ്ഞ് കുതിർന്നത് കൊണ്ട് നമ്മൾ അതെ ഫുൾ നനഞ്ഞു കഴിയുമ്പോൾ അവിടുത്തെ മൊട്ടക്കുന്ന് കയറാൻ നേരത്തെ നമ്മൾ റെയിൻകോട്ട്, കുഞ്ഞു റെയിൻകോട്ട് ഇങ്ങോട്ട് നോക്കിക്കേ. എടാ ഹായ് എടു എന്തോ കൈയിരിക്കുന്നേ, ഒന്ന് ഊതി കാണിക്കാവോ? ഊതി കാണിക്കാവോ? ആ ഊതി കാണിക്കും. ഇപ്പഴേ ഇപ്പൊ ഊതി കാണിക്കും. കാണിച്ചു എടുത്തിട്ട് ഹേശു ഹായ് ഹേശു. നിങ്ങൾ പാടിക്കൊടുക്കും. നമ്മൾ ഇവിടുന്ന് കണ്ടു, നമ്മൾ ഇനി പോവുകയാണ്. ഇനി എങ്ങോട്ടാ പോകുന്നത് നമുക്ക് അറിയത്തില്ല, പക്ഷെ നമ്മൾ അങ്ങ് പോകും. റിസോർട്ടിലേക്കാണ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ റിസോർട്ടിലേക്ക് പോകും കേട്ടോ. ഓക്കേ. സോ അപ്പൊ മൊട്ടക്കുന്നിന് ഹായ് ഹലോ ഗൈസ് ഹായ്. ഇവിടെ ഭയങ്കര ബഹളമാണ്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് കയറിയിരിക്കുകയാണ്. ബിരിയാണിയാണ് മെജോറിറ്റി എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. 1-2 പേര് മീൽസ്, 1-2 പേര് ചിക്കൻ നൂഡിൽസ്, അങ്ങനെ കുറച്ചൊക്കെ. ബിരിയാണിയാണ് മെജോറിറ്റി ആൾക്കാരും. എല്ലാം പറയുന്ന കേൾക്കാവോ എന്നറിയത്തില്ല. ഇവിടെ ഭയങ്കര ബഹളമാണ് ഈ റെസ്റ്റോറൻറ്റിൽ. സോ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റേയിലേക്കാണ് പോകുന്നത്. ബാക്കി സ്റ്റേ ചെന്ന് കാണിക്കാം. സോ
സോ ഗായ്സ് നമ്മൾ നമ്മുടെ സ്റ്റേ റിസോർട്ടിലെത്തി. റിസോർട്ടിന്റെ പേര് വാഗ മിസ്റ്റ്. സോ ഇവിടെ വാഗമണിലുള്ള വാഗ മിസ്റ്റ് റിസോർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളെല്ലാവരും ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം അതിൻ്റെ തിരക്കിലാണ്. അപ്പം ഞാനിപ്പോൾ ചുമ്മാ ഇതുവഴിക്ക് നടന്ന് വ്യൂ ഒക്കെ ഭയങ്കര രസമുണ്ട്. ഫുൾ തേയിലത്തോട്ടമാണ്. ആ സൈഡ് മൊത്തം തേയിലത്തോട്ടം. ഇപ്പോൾ കോട കാരണം കാണാൻ പറ്റാത്തതാണ്. റൂമിൽ നിന്നുള്ള വ്യൂ ഒക്കെ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ഒക്കെയാണ്. പിന്നെ ഇവിടെ താഴെ ഉണ്ട് നല്ല ഒരു കുഞ്ഞൊരു പാർക്ക് ഏരിയ പോലെയൊക്കെ ഉണ്ട്. ഭയങ്കര രസമുണ്ട്. മൊത്തം ഒരു പോസിറ്റീവ് ഫുൾ ഒരു വൈബ് അറ്റ്മോസ്ഫിയർ. ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, സോ നമ്മുടെ റൂം ടൂറാണ്. നമ്മൾ ഇങ്ങനെ വന്നു. ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം. സോ നമ്മുടെ എന്തൊരഭിനയം എല്ലാം ഉറങ്ങി കിടക്കുന്നു. ഹേടാ മതി, അഭിനയിച്ചത് മതി. ഹേടാ നീ ഒരുടെ കൂടി നീ ചീത്തയോ? സോ ഇങ്ങനൊരു ഏരിയ, വാഷ്റൂം, then the main part view. ശക്തിക്ക് തോന്നുന്നു. ഓക്കെ, സോ ഇതാണ് വ്യൂ. ഇതാണ് നമ്മുടെ വ്യൂ. ഫുൾ കോട. തണുത്തീയര്. അതെ, ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും അവിടെ എന്തോരം തണുപ്പുണ്ട്. ഭയങ്കര തണുപ്പാണ്. എങ്ങനെയുണ്ട് ടീന? നല്ല വ്യൂല്, നല്ല തണുപ്പ്. സോ നമ്മുടെ കൂടെ വരാത്ത നമ്മുടെ കുറെ ആൾക്കാരുണ്ട്, മെയിൻ ആൾക്കാര്. അവരൊക്കെ വീഡിയോ കണ്ടിട്ട് അതെ എന്ത് സുന്ദരിയല്ല, സുന്ദരിയാ. എന്നെ പൊക്കി പറയുന്ന ചടങ്ങിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അടുത്ത ആള് വരുന്നു. വരൂ കടന്നു വരും. തുറക്കും, താഴേക്കാക്കി തുറക്കും. ഇതായിരിക്കും കിക്കിലി നടത്തിയോ? തുള്ളിക്കേൾക്കാൻ ശ്രമിക്കാതെ കിക്കിലി നടത്തി തുറക്കൂ. കുറച്ച് എങ്ങനെ വരും. ഞങ്ങൾ റിസോർട്ടിലൊക്കെ എത്തി. വ്യൂ ഇവിടുന്ന് ഒരു സന്തോഷം എന്ന് പറയുന്നത് ക്ഷീണം രാവിലെ ഇറങ്ങിയല്ല. അതിന്റെ ഒരു രണ്ട് പിള്ളേരുടെ അമ്മയായതുകൊണ്ട് കുറച്ചുകൂടെ ക്ഷീണം കൂടുന്നു. അതെ, തണുക്കുന്നില്ലേ? നല്ലൊരു വ്യൂ ഉണ്ട്, നല്ല പ്രോപ്പർട്ടി ആണ്. അതെ അതെ. കൊള്ളാണ്ട് അങ്ങ് അച്ഛ വരെ നോക്ക്. നല്ല ഭംഗി അല്ലേ? അങ്ങ് വരെ അങ്ങ് കിടക്കും. അവ ഞങ്ങളെ പുറത്തിട്ട് പൂട്ടി ഗൈസ്. എടാ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നുണ്ട്. രക്ഷിക്കണോ? അയ്യോ ഞാൻ കരയും. എടാ ലോക്കാണ്, ലോക്ക് കുപ്പിയൊക്കെ മാറ്റിയാണ് വ്ളോഗിൽ കാണിക്കുന്നത്. വൈനാണ് ഗൈസ്. ഉമ്മാര് ചുമ്മാ വേണ്ടാത്തൊക്കെ പറയുന്നത് വൈനാണ്. വൈൻ. നീയാണോ കൊച്ചിറക്ക്? നിങ്ങളാ? ഹായ് ഹലോ ഗായ്സ്. സോ എടാ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വ്ളോഗ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്നേ. സോ ഞങ്ങൾ ഇങ്ങനെ വന്നു, ചെക്കിനൊക്കെ ചെയ്തു. ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും നല്ല മഴ. നമ്മളിങ്ങനെ മഴ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് കൂടെ തന്നെയാണ് നമ്മൾ വന്നത്. മഴ തന്നെ കുടക്കാത്തേക്ക്
അപ്പൊ നമ്മളിങ്ങനെ മഴ എക്സ്പെക്ട് ചെയ്ത് ഈ ഒരു കോട ഈ ഒരു ക്ലൈമറ്റ് എവിടെ ഈ ഒരു ക്ലൈമറ്റ് കാണാൻ വേണ്ടിയല്ലേ നമ്മള് വന്നേ. നമ്മളിത് കാണാൻ വേണ്ടിയാ വന്നത്. അപ്പൊ ഞങ്ങൾ എന്നോട് വെറുതെ കുട എടുത്ത് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പൊ താഴെ കുറച്ച് സ്ലൈഡുകളും സംഭവങ്ങളും ഒക്കെ കളിക്കുന്ന അല്ലേ, കുറച്ച് കളിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അപ്പൊ പോലെ ഇങ്ങോട്ട് നിൽക്ക്, ഒരുമിച്ച് നമുക്ക് പോവാം. പക്ഷെ കുടയൊക്കെ നമ്മള് പറന്നു പോകുന്നത് കാറ്റാണ് കഴിച്ചോളാം, ഭയങ്കര കാറ്റാണ്. സോ ഇവിടെ നിന്ന് താഴോട്ട് അവിടെയാണ് ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷെ മഴയായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ നോക്കട്ടെ, നോക്കിട്ട് കാണിക്കാം അല്ലേ ഏതാ, നോക്കാന്ന് പറ. ഓക്കെ, അവരെ കൊണ്ട് ആ പ്ലേ ഏരിയയിൽ വന്നു. പക്ഷെ മഴയായതുകൊണ്ട് കൊടക്കകത്തേക്കട മഴയായതുകൊണ്ട് നമ്മളിങ്ങനെ പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ സ്ലൈഡിലൊക്കെ കയറുന്നൊക്കെ പറഞ്ഞു. സ്ലൈഡിലൊക്കെ വെള്ളമായിരിക്കും. അയ്യോ ഭയങ്കര കാറ്റ്, അയ്യോ ഭയങ്കര കാറ്റ്, ഏടാ ഭയങ്കര കാറ്റ്, കുട പറന്നു പോകുന്നു. ഊഞ്ഞാലെ കയറിയിരുന്നു. അത് മൊത്തം വെള്ളമാ, ഇത് മൊത്തം വെള്ളമാ. പക്ഷെ കുഴപ്പമില്ല. എടാ മഴ തന്നെയല്ലേ, അതിന് കുട്ടികളുണ്ട്, കുഴപ്പമില്ല. അപ്പൊ മഴ കൂടുക കേട്ടോ, മഴ കൂടുക. ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മഴയാടാ, മഴയാ. ചെറുക്കന്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഇതിന്റെ മണ്ടയ്ക്ക് കേറി. പക്ഷെ നനയാൻ പാടില്ലല്ലോ. അപ്പൊ കോട ആട്ടളോ? ആട്ടാ. ഓക്കെ ഓക്കോ. എല്ലാം കൂടി ഞാൻ ചെയ്യണം. അതിന് വീഡിയോ എടുക്കണം, നിന്റെ കുട പിടിക്കണം, മഴ നനയിക്കരുത്. കൊള്ളാ. അയ്യോ എടാ കൊട പറന്നു പോവാൻ പോയി ഗൈസ് അല്ലേ. കൊട പറന്നു പോയത് എങ്ങനെയായിരുന്നു ഏടാ? എങ്ങനെയാണ് പറന്നു പോയേ? നമ്മള് തിരിഞ്ഞിരുന്നല്ലേ, കൊട ഇങ്ങനെ കമന്ന് കാറ്റടിച്ചു പോയി ഗൈസ്. ഞങ്ങൾ പെട്ടെന്ന് പിന്നെ അവിടെ നോടിയതേ നമ്മള് സ്റ്റെപ്പൊക്കെ കേറി മേലെ പോവാ അല്ലേ. ഒരു ബാഗ് പിടിച്ചോ. ഭയങ്കര വെയിറ്റ് അല്ലേ, ഹെഡിന് പൊക്കാൻ പറ്റുമോ? ഓ ഹെഡ് സ്ട്രോങ് ബോയ് അല്ലേ. ഓക്കെ നമുക്ക് പോവാം, മേലോട്ട് പോവാം, അമ്മ എടുത്ത് പോവാം. ഓക്കെ പിടിക്കണ്ടേ, എന്നാ ഇടം പിടിച്ചു. നമ്മൾ മഴയൊക്കെ മാറി ഇങ്ങനെ ചില്ല് ചെയ്യാൻ വേണ്ടി എല്ലാരും കൂടി ഇങ്ങനെ ഇറങ്ങി. ടീന കയറുവാണോ? ടീനാടെ താങ്ങും, ടീന പേടിക്കണ്ട. അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. അല്ല കിക്കിലിയാടത്തി നമ്മളിതേ ഇതിന്റെ നടുക്കോട്ട് പോവാൻ പോവാറ് അല്ലേ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ വാഗാമിസ് റിസോർട്ടിലെ ഒരു തേയിലത്തോട്ടത്തിന് നടുക്കാണ്. നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ട് ഗൈസ്. ജിബി ചേച്ചി, റിയ, പാട്ടി, ടീന, ജോയൽ എല്ലാരും ഉണ്ട് ഗൈസ്. ഇനി നമ്മൾ അടുത്തത് ഇവിടുന്ന് കയറാൻ പോവാണ്. ഇവിടുന്ന് കേറിട്ട് നേരെ പോകുന്നത് പൂളിലേക്കാണ് അല്ലേ ഗൈസ്. അത്ഭുതം, അമ്മയോടെ തന്നെ വന്ന്. ഇത് 19 വയസ്സുള്ള ജെസിയും ബ്ലസ്സിയും ആണോ? എന്റെ ദൈവമേ.
റിച്ചുവിന്റെ ടീഷർട്ട് ലയബിലിറ്റീസ്. പേരമ്മ ഇതാരുടെ സ്വന്തമാണോ? പേരമ്മ വീട്ടിലാണോ ഇടുന്നത് എപ്പോഴും? ആണല്ലേ? ഞാൻ ആരുടെ അങ്ങനെ പിള്ളേരുടെ പോലും ഞാൻ ഇടാറില്ല. ആണല്ലേ? കടം കൊണ്ട് പോട്ടെ. എന്ത് വിശ്വസിച്ചില്ലേ? എക്സ്പ്രഷൻ, അമ്മ ചേച്ചിയുടെ എക്സ്പ്രഷൻ എന്തുമായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. വിശ്വസിക്കാൻ പറ്റാതെ ഗൈസ് നമ്മളിപ്പോ പൂളിൽ നിന്ന് കേറി ഇപ്പോൾ നമ്മൾ കുളിച്ചു എല്ലാം ഫ്രഷപ്പ് ആയിട്ട് ഇതുവഴിയൊക്കെ നടക്കാം. ഇപ്പോൾ സമയം 6:45. നമ്മൾ വാഗമൺ വാഗാമിസ്റ്റ് റിസോർട്ടിന്റെ ഏതോ ഒരു പോർഷനിലൊക്കെ ഇങ്ങനെ നിക്കുക. നമ്മള് പൂളിൽ ചാടി അടിച്ചു പൊളിച്ചു ഇറങ്ങുന്നില്ല വിചാരിച്ചു ഞാനും ചാടി എല്ലാം വീഡിയോസ് ഒക്കെ എടുത്തു. ഞങ്ങള് കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാം ചെയ്തു. എന്നിട്ട് വന്നു കുളിച്ചു. കുളിച്ചതിന്റെ ബാക്കി പത്രത്താലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുളിച്ചു റെഡിയായി. ഇപ്പൊ നമ്മൾ ആ ബാർബിക്യൂ സെഷനിലേക്ക് കയറുകയാണ്. സോ അതെ ഫുഡ് നമ്മൾ ബാർബിക്യൂ റെഡിയാക്കി. ഇപ്പൊ നല്ല മഴ പെയ്തിട്ട് ഗൈസ് കാണാല്ലോ.
നല്ല കോടയാണ്, നോക്ക്, ഭയങ്കര കോട. ബാർബിക്യൂവിന്റെ അടുത്തും ചൂട് കൊള്ളുന്ന അവസ്ഥ തണുക്കുന്നു. ലാസ്റ്റ് ബാർബിക്യൂ അവിടെ ഇരിക്കരുത് കേട്ടോ, അത് മിക്കവാറും തണുപ്പ്. ഓ, ഇവിടുന്ന് ഒരാള് ഒരു കുട്ടിയായി. ഫ്ലൈയിങ് കിസ് വരെ കിട്ടിയിരിക്കുന്നു. സോ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോവാ. ഇവനെന്നെ വെല്ലുവിളിച്ചിരിക്കുക ഗൈസ്, തോപ്പിക്കുന്നു. ഞങ്ങൾ 100 രൂപയ്ക്ക് ബെറ്റ് വെച്ചിരിക്കുകയാണ്. കൈ തരൂ. അതുതന്നെ നീക്കി തന്നിട്ട് ഞാൻ ഇത് വെച്ച് അവനെ വെട്ടി. അപ്പൊ അവൻ സമ്മതിക്കുന്നില്ല, കള്ളക്കളി എന്ന് പറയുന്നു. നാണം ഉണ്ടോടാ നിനക്ക്? നാണം ഉണ്ടോ? 100 രൂപ എടുക്കടാ. 100 രൂപയ്ക്ക് 100 രൂപ. രാവിലെ 5:30-6 മണിയായി. സമയം ഫുൾ കോടയാണ്. ട്രിപ്പ് കഴിഞ്ഞു, ഊളൊക്കെ വരായിട്ടുണ്ട്. ഇനി നേരെ ചെല്ലുക, ലാപ്പ് തുറക്കുക, എഗെയിൻ പണിയെടുക്കുക. സോ അപ്പൊ നമ്മുടെ ഒരു വാഗമൺ ട്രിപ്പ് ഭയങ്കര സൂപ്പറായിട്ട് കഴിഞ്ഞു. സോ അപ്പൊ നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഓക്കെ ഗൈസ്, ബൈ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. സോ സ്റ്റേ ട്യൂൺ ഫോർ അനദർ വ്ളോഗ്സ്. ബൈ.